മൂന്നാറിലെ ചൊക്രമുടി വീണ്ടും നീലക്കുറിഞ്ഞിയുടെ നീലപ്പുതുപ്പണിയാനൊരുങ്ങുകയാണ്. ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യമോ മുതൽ മലനിരകൾ നീലനിറം പകരുമെന്നാണ് വിലയിരുത്തൽ. അപൂർവ കാഴ്ച കാണാനെത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുവാൻ വനം വകുപ്പും വിപുലമായ ഒരുക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് അവസാനത്തോടെ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യത്തോടെ ചൊക്രമുടി മലനിരകൾ നീലക്കുറിഞ്ഞി പൂത്തുലഞ്ഞ് നീലപ്പുത പണിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. അപൂർവമായ ഈ പ്രകൃതി വിസ്മയം ആസ്വദിക്കാൻ ഇത്തവണ 2 ലക്ഷത്തിലധികം സഞ്ചാരികൾ എത്തുമെന്നാണ് വിലയിരുത്തൽ. ദിവസേന 1000-ലധികം സന്ദർശകരെ പ്രതീക്ഷിക്കുന്നതായി ഫോറസ്റ്റർ ജോൺസൺ പറഞ്ഞു. നമ്മുടെ കുറിഞ്ഞി സീസൺ പ്രമാണിച്ച് ട്രക്കിംഗ് കേന്ദ്രത്തിൽ പ്രധാനമായിട്ട് കുറിഞ്ഞി പൂക്കുന്നിടം വരെ വിസിറ്റേഴ്സിനെ അലവ് ചെയ്യുന്നു. അതിനപ്പുറത്തോട്ട് ട്രക്കിംഗ് ചെയ്യുമ്പോൾ നമ്മളിവിടെ മേടിക്കുന്നത് നേറ്റീവ്സിന്റെ 500, ഫോറിനേഴ്സിന്റെ 800 രൂപ മേടിക്കുന്നത്. അപ്പം നമ്മൾ നിശ്ചിത ഫീസ് തീരുമാനിച്ചിട്ടില്ല, എങ്കിലും ഒരു 200 രൂപയാണ് ഫീസ് ഉദ്ദേശിക്കുന്നത് കുറിഞ്ഞി കാണാൻ വരുന്നവർക്ക്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബ്യൂട്ടിഫിക്കേഷനായിട്ട് നമ്മളിവിടെ എല്ലാം ചെറിയ ചെറിയ സീറ്റുകൾ ട്രൈബൽസിനെ കൊണ്ട് അവരുടെ ട്രഡീഷണൽ ആയ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്യുന്നത്. അതിൽ കയറി വന്നിട്ട് നമ്മളൊരു കമാനം ഇടുന്നുണ്ട്. അത് ക്ലോസ് ചെയ്യുന്നില്ല, കാരണം ചെയ്താണ് സ്ഥിരമായിട്ട് കയറി ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല. നേരെ കയറി ആൾക്കാർക്കാണ് കയറി വന്ന് സുഖമായിട്ട് പോകുന്ന രീതിയിൽ. പിന്നെ ഒരു കുറിഞ്ഞി കഫേ താൽക്കാലികമായിട്ട് നമുക്കൊരു കെട്ടോ കഫേ താൽക്കാലികമായിട്ട് അതും ട്രഡീഷണൽ ട്രൈബൽസിന്റെ രീതിയിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യുകയാണ്. സഞ്ചാരികളുടെ സൌകര്യത്തിനായി ചൊക്രമുടിയിൽ പുതിയ എക്കോ ഷോപ്പ്, പ്രവേശന കവാടം, ഇരിപ്പിടങ്ങൾ, കുറിഞ്ഞി കഫേ എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഒരുക്കങ്ങൾ ആരംഭിച്ചതായി റേഞ്ച് ഓഫീസർ അരുൺകുമാർ വ്യക്തമാക്കി. 1000 പേര് മുകളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൽ കൂടെ ചിലപ്പോൾ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ഒരു കുറിഞ്ഞി സീസൺ 2020 കുറിഞ്ഞി സീസൺ നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതിന് ശേഷം വരുന്ന ഒരു കുറിഞ്ഞിയാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ നല്ല രീതിയിൽ കുറിഞ്ഞി പൂക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പം ഒരുപാട് ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കാതെ അധികം ആളുകളെ വരുമെന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ചൊക്രമുടിയിൽ ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. ട്രക്കിംഗിന് ഇന്ത്യൻ സഞ്ചാരികളിൽ നിന്ന് 500 രൂപയും വിദേശ സഞ്ചാരികളിൽ നിന്ന് 800 രൂപയുമാണ് ഈടാക്കുന്നത്. നീലക്കുറിഞ്ഞി പൂക്കാലത്ത് മലനിരകളിലേക്ക് പ്രവേശിക്കാൻ 200 രൂപ എൻട്രി ഫീസ് ഏർപ്പെടുത്താനാണ് വനംവകുപ്പിന്റെ നിലവിലെ തീരുമാനം. ചൊക്രമുടി മലനിരകളിൽ നീലക്കുറിഞ്ഞി ചെടികൾ വ്യാപകമായി വളർന്നു തുടങ്ങിയതായും കാലാവസ്ഥ അനുകൂലമായാൽ ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യമോ മുതൽ മലനിരകൾ നീലനിറത്തിൽ മൂടപ്പെടുമെന്നും വനംവകുപ്പ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.